മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ LDC പരീക്ഷകളിൽ ചോദിച്ച സിനോണിംസ് ആണ്. നമുക്ക് നോക്കാം. ഇത് ഈ പറയുന്ന ചോദ്യം LDC എറണാകുളം 2013 ചോദിച്ച ചോദ്യമാണ്. ഡാഷ് ഈസ് എ സിനോണിം ഓഫ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: അൺഫ്രണ്ട്ലി, ക്രെഡിബിൾ, അൺഹാപ്പിനെസ്, ഡിസൊബീഡിയൻറ്റ്. അപ്പോൾ എന്തായിരിക്കും ഹോസ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിമിറ്റി എന്നാണ്, അതായത് ശത്രുത. അപ്പോൾ ഇവിടെ ശത്രുത അല്ലെങ്കിൽ സൗഹൃദമല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസറായി വരിക ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷൻ, അൺഫ്രണ്ട്ലി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഹോസ്റ്റൈലിൻ്റെ സിനോണിം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒന്നുകിൽ അൺഫ്രണ്ട്ലി പറയാം, അല്ലെങ്കിൽ എന്താണ് എനിമിറ്റി എന്ന് പറയാം ഹോസ്റ്റൈൽ. ഇവിടെ നമുക്ക് ഓപ്ഷൻ അൺഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ എ ആണ്. ഇനി എന്താണ് ക്രെഡിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശ്വസനീയം എന്നാണ് ക്രെഡിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൺഹാപ്പിനെസ് നമുക്കറിയാമല്ലോ, സന്തോഷമില്ലായ്മ. ഇനി ഡിസൊബീഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒബീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണയുള്ളത്. ഡിസൊബീഡിയൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് അനുസരണ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചോദ്യം ഡാഷ് ഈസ് എ സിനോണിം ഓഫ് ഹോസ്റ്റൈൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അൺഫ്രണ്ട്ലി എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ സിനോണിം ഓഫ് പ്ലെത്തോറ. പ്ലെത്തോറ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ LDC പരീക്ഷയിൽ ചോദിച്ചതാണ് 2013. നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെയർ എന്നുണ്ട്, അബൻഡൻസ് എന്നുണ്ട്, ചീപ്പ് എന്നുണ്ട്, സ്കേഴ്സ് എന്നുണ്ട്. റെയർ എന്ന് വെച്ചാൽ എന്താ? വിരളമായിട്ടുള്ളത്. അബൻഡൻസ് എന്ന് വെച്ചാൽ ധാരാളം. ചീപ്പ് വില കുറഞ്ഞത്. സ്കേഴ്സ് എന്ന് പറയുമ്പോൾ അതും അതിൻ്റെ അർത്ഥം എന്താണ്? ദുർലഭം എന്നൊക്കെ അർത്ഥം, വിരളമായത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ എന്തായിരിക്കും പ്ലെത്തോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ വരികയായിരിക്കും അബൻഡൻസ് എന്നായിരിക്കും. എന്തായിരിക്കും? അബൻഡൻസ്. അപ്പോൾ ദ സിനോണിം ഓഫ് പ്ലെത്തോറ ഈസ് അബൻഡൻസ്. അപ്പോൾ അബൻഡൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്രാഗ്രൻസ്. ഇത് മലപ്പുറം ജില്ലയിൽ LDC പരീക്ഷ 2013 ചോദിച്ച ചോദ്യമാണ്. ഇത് വളരെ സിമ്പിളാണ്. കാരണം പ്ലാന്റ് നമുക്കറിയാം, സസ്യ അല്ലെങ്കിൽ ചെടി എന്നാണ് പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലവർ, പുഷ്പം. സി നമുക്കറിയാം കടൽ. ഈ സെന്റ്, SCENT, സെന്റിന്റെ അർത്ഥം എന്താ? സുഗന്ധം എന്നാണ്. അപ്പോൾ ഇവിടെ ഫ്രാഗ്രൻസിന്റെ അർത്ഥം സുഗന്ധം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഫ്രാഗ്രൻസിന്റെ സിനോണിമായിട്ട് നമുക്ക് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ പറയാൻ പറ്റും. അപ്പോൾ സെന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി വേറൊരു സെന്റ് ഉണ്ട്. ഏതാണ്? SEND, സെന്റ്. അത് നമുക്കറിയാം അയക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്തായിരിക്കും? SENT, സെന്റ് എന്നായിരിക്കും. അവസാനം ടി വരണം. അപ്പോൾ ഇവിടെ പക്ഷേ ഈ സെന്റിന്റെ അർത്ഥം സുഗന്ധം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? എ സിനോണിം ഫോർ ബാരൻ ഈസ്. ബാരൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് പാലക്കാട് ജില്ലയിലെ LDC 2013 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: സ്റ്റെറൈൽ, ഫർട്ടൈൽ, സ്ലഗിഷ്, ഫേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്.
സ്റ്റെറൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന പോലെ തരിശായിട്ടുള്ളത് എന്നൊക്കെയാണ് സ്റ്റെറൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? പ്രത്യുൽപാദന ശേഷി കുറഞ്ഞ എന്ന അർത്ഥത്തിലാണ് സ്റ്റെറൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റീവ് അല്ലാത്തത്, അതിനാണ് സ്റ്റെറൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഫെർട്ടൈൽ എന്ന് പറയുന്നത് ഫലഭൂഷ്ടിയുള്ളത്. സ്ലഗിഷ് എന്ന് പറയുന്നതായിരിക്കും ലേസി, മടിയുള്ള നടത്തൽ, അലസതയുള്ള എന്നൊക്കെയാണ് സ്ലഗിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫേക്ക് നമുക്കറിയാം അസത്യമായിട്ടുള്ളത് അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ളത്, അതിനാണ് ഫേക്ക് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം ബാരൻ ആണ്. ബാരൻ എന്ന് വെച്ചാൽ എന്താ? ഫലഭൂഷ്ടി ഇല്ലാത്ത, നോട്ട് പ്രൊഡക്റ്റീവ് എന്നൊക്കെയാണ് ബാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്തായിരിക്കും വരിക? സ്റ്റെറൈൽ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരിക. ഇനി ഇവിടെ ബാരന്റെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്റോണിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? ഫെർട്ടൈൽ എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ ചോദ്യം സിനോണിമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ അതായിരിക്കും സ്റ്റെറൈൽ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സിനോണിം ഓഫ് കോഷ്യസ്. കോഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിൽ 2013 ചോദിച്ച LDC പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. എന്താണ് നോക്കുക, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിവെയർ, കെയർഫുൾ, കാഷ്വൽ, കാം. ബിവെയർ എന്ന് വെച്ചാൽ ജാഗ്രത ഉണ്ടാവുക എന്നാണ് ബിവെയർ, അത് ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് ബിവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെയർഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധയുള്ള. എന്താണ് കാഷ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഫോർമൽ എന്നൊക്കെ അർത്ഥത്തില കാഷ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാം എന്ന് പറയുമ്പോഴത്തേക്കും ശാന്തമായത് എന്നാണ് കാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഷ്യസ് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ഫോമാണ്. ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഫോമായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? കെയർഫുൾ ആണ്. കാഷ്യസിന്റെ അർത്ഥം ശ്രദ്ധയുള്ള എന്ന അർത്ഥത്തില ശ്രദ്ധയുള്ള. അപ്പോൾ ഇവിടെ ശ്രദ്ധയുള്ള എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോമിൽ വന്നിരിക്കുന്നതാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇവിടെ കറക്റ്റ് ആൻസർ അതായിരിക്കും കെയർഫുൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഏലിയൻ. ഏലിയൻ ഈസ് സിനോണിം ഓഫ്. ഏലിയൻ എന്ന് പറയുന്ന വാക്ക് എന്തിന്റെ സിനോണിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സെൻട്രിക് എന്നാണോ, ഫ്രണ്ട് ആണോ, നേറ്റീവ് ആണോ, എക്സോട്ടിക് ആണോ? ഇത് മലപ്പുറം ജില്ലയിൽ 2011 ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം എക്സെൻട്രിക് എന്ന് വെച്ചാൽ എന്താ? നോർമൽ അല്ലാതെ അല്ലെങ്കിൽ എന്താ അപ്രതീക്ഷിതമായ പെരുമാറ്റം കാണിക്കുന്ന ആ തരത്തിലൊക്കെയുള്ള നമ്മൾ എക്സെൻട്രിക് എന്ന് പറയുന്നത്. ഫ്രണ്ട് നമുക്കറിയാം സുഹൃത്ത്. നേറ്റീവ് സ്വദേശി അർത്ഥത്തില നേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സോട്ടിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോട്ട് നേറ്റീവ് എന്ന് വെച്ചാൽ വിദേശി എന്നർത്ഥത്തില്ല, സ്വദേശത്ത് അല്ലാത്ത ഉള്ള ആൾ, അതിനാണ് എക്സോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഏലിയൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിദേശി എന്നർത്ഥത്തില്ല, സ്വദേശത്തല്ലാത്ത വേറെ പ്രദേശത്ത്, വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഉള്ള, ഇപ്പോൾ വിദേശത്ത് ഉള്ള, അതാണ് ഏലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ വരിക ഏത് വാക്കായിരിക്കും? എക്സോട്ടിക് എന്നായിരിക്കും. അപ്പോൾ ഏലിയൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ്? എക്സോട്ടിക്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നാലാമത്തെ ഓപ്ഷൻ, അവസാനത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ, എക്സോട്ടിക്. ഏലിയൻ ഈസ് എ സിനോണിം ഓഫ് എക്സോട്ടിക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സിനോണിം ഓഫ് ദ വേർഡ് ഇംപെർട്ടിനന്റ് ഈസ്. ഇംപെർട്ടിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് തോട്ട്ലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇറിറ്റബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇംപ്യൂഡന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, സ്കെപ്റ്റിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. തോട്ട്ലെസ് എന്ന് വെച്ചാൽ എന്താ? ചിന്തയില്ലാതെ എന്ന് വെച്ചാൽ ചിന്തിച്ച് പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ കെയർലെസ് എന്നൊക്കെ അർത്ഥത്തിലാണ് തോട്ട്ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തയില്ലാതെ എന്ന അർത്ഥത്തിലാണ് തോട്ട്ലെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇറിറ്റബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറിറ്റേറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ഇറിറ്റബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്യൂഡന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധിക്കാരി എന്നർത്ഥമില്ല, അല്ലെങ്കിൽ ബഹുമാനം കാണിക്കാത്ത, ബഹുമാനം ഇല്ലാത്തത് എന്നൊക്കെയാണ് ഇംപ്യൂഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെപ്റ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡൗട്ട്ഫുൾ എന്നർത്ഥം, സംശയിക്കുന്ന, അതിനാണ് സ്കെപ്റ്റിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇംപെർട്ടിനന്റ് ആണ്. ഇംപെർട്ടിനന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ധിക്കാരി അല്ലെങ്കിൽ ബഹുമാനം കാണിക്കാത്തത് എന്നാണ് ഇംപെർട്ടിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതേ അർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഏതാണ്? ഇംപ്യൂഡന്റ് എന്നുള്ളതാണ്. അത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇംപെർട്ടിനന്റ് കറക്റ്റ് അർത്ഥം എന്തായിരിക്കും, അല്ലെങ്കിൽ സിനോണിം എന്തായിരിക്കും? ഇംപ്യൂഡന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റിക്രിയേഷൻ ഈസ് സിമിലർ ടു. റിക്രിയേഷൻ എന്ന് പറയുന്ന വാക്ക് എന്തിന് സിമിലർ ആണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അമ്യൂസ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, എൻകറേജ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാപ്പിനെസ് എന്ന് കൊടുത്തിട്ടുണ്ട്, എൻത്യൂസിയാസം എന്ന് കൊടുത്തിട്ടുണ്ട്.
അമ്യൂസ്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിനോദം നടത്തുക. എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് ധൈര്യം കൊടുക്കൽ, അതാണ് എൻകറേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രോത്സാഹനം എന്നൊക്കെ പറയും എൻകറേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാപ്പിനെസ് സന്തോഷം, ഇൻഡ്യൂസിയാസം ശക്തമായ താല്പര്യം, അതിനാണ് നമ്മൾ ഇൻഡ്യൂസിയാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ റിക്രിയേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? വിനോദം എന്നാണ്. അപ്പോൾ വിനോദം എന്ന് പറയുന്ന വാക്കിന് വേറൊരു വാക്കായിട്ട് വരിക, അതിൻ്റെ സിനോണിമായിട്ട് വരിക ഏതായിരിക്കും? അമ്യൂസ്മെന്റ് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ റിക്രിയേഷൻ ഈസ് സിമിലർ ടു അമ്യൂസ്മെന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.